ഞാൻ ജയ റെജി മത്തായി. എനിക്ക് ഇന്ന് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഞാൻ നിങ്ങളെ ഷിനോത്തിനെ പരിചയപ്പെടുത്തണമെന്ന്. കാരണം ഞാൻ ഇവിടെ യൂട്യൂബ് തുടങ്ങുമ്പം എനിക്കിതേപ്പറ്റി ഒരറിവുമില്ല. ഞാൻ തുടങ്ങാൻ തന്നെ കാരണം ഞാൻ ഒരു സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറാണ്. അപ്പോൾ ഈ ചർച്ചിലൊക്കെ പോകുമ്പോൾ എന്നോട് പലരും വന്ന് ചോദിക്കും, ഒരു ഡോസ് മരുന്ന് തരാമോ എന്ന്. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മലയാളികൾ, അപ്പോൾ എനിക്ക് നമ്മുടെ ആൾക്കാരോട് പറയണമെന്നുണ്ട്, ഈ മാനസിക ആരോഗ്യം വളരെ പ്രധാനമാണ്. ആ അസുഖത്തിന് ഒരു ഡോസ് മരുന്ന് കൊണ്ട് തീരുന്ന അസുഖമല്ല ഇത്. അപ്പൊ അതൊന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. പക്ഷെ ഞാൻ ചാനൽ തുടങ്ങിയപ്പം എല്ലാവരും പറഞ്ഞു ഞാൻ ഭയങ്കര സീരിയസ് ആണ്, എന്റെ സംസാരം ആൾക്കാരുമായിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊരു ഞാൻ നോർമലി സംസാരിക്കുന്ന പോലെയല്ല ഈ നമ്മുടെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പൊ ഞാൻ ഓർത്ത് ഇതിനെന്താ ഒരു വഴി. അപ്പം അതിനു മുമ്പ് ഞാൻ അങ്ങനെ അധികം യൂട്യൂബ് ചാനലൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽ കാണുമായിരുന്നു. അപ്പൊ ഞാൻ ഓർത്ത് അതിനെന്താ ഒരു വഴിയെന്ന് നോക്കുമ്പോൾ താങ്കളുടെ വീഡിയോ കണ്ടു. അപ്പൊ എനിക്ക് ഒത്തിരി അത് മോട്ടിവേഷൻ തന്നു. കാരണം ദ വേ യു പ്രസന്റ്, അത് വേറൊരു ഏതെങ്കിലും ഒരു സ്റ്റേജിൽ കയറിയിരുന്ന് സംസാരിക്കുന്നതായിട്ടോ വേറെ നമുക്ക് അറിയാത്തൊരു വ്യക്തി സംസാരിക്കുന്നതായിട്ടോ ഒരിക്കലും തോന്നിയിട്ടില്ല. അതായത് നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ഒരാള്, ഒരു ഫ്രണ്ട് നമ്മളോട് വന്ന് സംസാരിച്ച ഫാമിലി മെമ്പർ നമ്മൾക്കൊരു അഡ്വൈസ് തരുന്ന പോലെ, അഥവാ നമ്മൾക്ക് ഒരു വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് താങ്കളുടെ ഒരു ടോക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ താങ്കളുടെ വീഡിയോകൾ കാണാൻ തുടങ്ങി. അപ്പൊ അത് എനിക്ക് തന്നെ തോന്നുന്ന എൻ്റെ ഒരു പ്രസന്റേഷനിൽ ഒത്തിരി മാറ്റം വരുത്താൻ അത് സഹായിച്ചു. പിന്നെ ഇത് ഒരിക്കലും ഒരു അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം അല്ല. ഇന്നലെ എനിക്കൊരു അവധി കിട്ടിയത് ഇന്നാണ്. അപ്പൊ കിട്ടിയപ്പോഴേ ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഷിനോത്ത് ഒരു വീഡിയോ ഒന്ന് ചെയ്യാമോ. അപ്പൊ വളരെ സന്തോഷപൂർവ്വം അത് സമ്മതിച്ചതിന് ഒത്തിരി താങ്ക്സ്. താങ്കളുടെ ഹംബിൾനെസ്സിന് ഒരു എന്താ പറയുന്ന ഒരു പൂച്ചുണ്ട്. അപ്പം ഷിനോ സോ മച്ച്, എന്നെ വിളിച്ചതിലും സംസാരിക്കുന്നതിനുള്ള സമയം കണ്ടെത്തിയതിലും ഒക്കെ വളരെ നന്ദി. അപ്പം എനിക്കൊരു കാര്യം ചോദിക്കാനുള്ളത്, ഷിനോത്ത് എത്ര നാളായി ഈ യൂട്യൂബ് വീഡിയോ തുടങ്ങിയിട്ട്? യൂട്യൂബ് വീഡിയോ ആദ്യം തുടങ്ങിയത് ട്രാവലിംഗ് വീഡിയോസ് ആണ്. അമേരിക്കയിലുള്ള പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിച്ച് അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ കൊടുക്കുക എന്നുള്ളതായിരുന്നു ആദ്യം തുടങ്ങിയ കാര്യം. അത് തുടങ്ങിയിട്ട് എനിക്കൊന്നൊരു 3.5 വർഷത്തോളമായി. അതിനുശേഷം ആണ് ഈ എൻ്റെ ടോക്ക് സംസാരിക്കുന്ന രീതി ആളുകൾക്ക് കുറച്ചുകൂടി ഇഷ്ടമാണ് എന്ന് തോന്നിയത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ സോഷ്യൽ വർക്കറാണ്, LMSW എന്നുള്ളൊരു ടൈറ്റിലാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും എൻ്റെ സംസാരത്തിൽ ഇത്രയും ആളുകളോട് ടച്ച് ചെയ്യത്തക്ക രീതിയിലുള്ള, അവരുമായിട്ട് റിലേറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കണ്ടന്റുകൾ കൊണ്ടുവരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് നിങ്ങൾ കുറച്ചുകൂടെ ടോക്കിംഗ് ആണ് ഞാൻ കുറച്ചുകൂടി ഇഷ്ടം, അത് വീഡിയോകൾ കൂടുതൽ ചെയ്യണം എന്നാവശ്യപ്പെട്ട അനുസരിച്ച് ടോക്കിംഗ് വീഡിയോകളിലോട്ട് ഒന്ന് മാറുകയും ഇപ്പം കൂടുതൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ഇൻസ്റ്റാഗ്രാമിലെ ഷോർട്സുകളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് ആളുകൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുകയും. കാരണം ഇപ്പോഴത്തെ ഒരു ആളുകളുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ സമയമില്ലാത്ത ആളുകളാണ് കൂടുതൽ. അപ്പം 1 മിനിറ്റ് 1.5 മിനിറ്റുള്ള റീൽസ് എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് കേട്ടിട്ട് പോകാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഒരു 1 മില്യൺ ഫോളോവേഴ്സ് എന്നുള്ളൊരു ഇതിലുണ്ട്. താങ്ക് യു, വെരി ഗുഡ്. താങ്ക് യു ഫോർ പ്രൊമോട്ടിംഗ് ടു ദ പബ്ലിക്, ഗിവിംഗ് ഓൾ ദീസ് ഐഡിയാസ് ടു ദ പബ്ലിക്. പക്ഷെ അപ്പൊ നാട്ടിൽ എവിടായിരുന്നു? നാട്ടിലെ കോഴഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ്. നാട്ടിലാണ് പഠിച്ചതൊക്കെ? പഠിച്ചതൊക്കെ നാട്ടിലാണ്. അത് കഴിഞ്ഞ് ന്യൂയോർക്ക് വന്ന്, നമുക്കറിയാമല്ലോ ന്യൂയോർക്കിൽ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അതിൻ്റെതായിട്ടുള്ള നമ്മുടെ പ്രൊഫഷണൽ ഏരിയ ഏതാണോ അതിനുള്ള ലൈസൻസ് എടുക്കണം. അപ്പോൾ ഇവിടെ വന്ന് സോഷ്യൽ വർക്ക് ബോർഡിൻ്റെ LMSW എന്നുള്ള ടൈറ്റിൽ എടുത്ത് അങ്ങനെയാണ് പഠിച്ചതൊക്കെ. നാട്ടിൽ തന്നെയാണ്, നാട്ടിൽ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പൊ എങ്ങനെ അമേരിക്കയിൽ എത്തിയത്? അമേരിക്ക ഞങ്ങൾ ഫാമിലി മൈഗ്രേഷൻ വഴി. നമ്മൾ കൂടുതലും എന്നോട് ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് വരുന്നതെന്ന്. ഇന്ത്യക്കാർ കൂടുതലും വരുന്നത് H1B എന്ന് പറയുന്ന ഒരു വർക്ക് വിസയിലാണ് മിക്ക ആൾക്കാരും വരുന്നത്. IT ഫീൽഡിലുള്ളവരാണ്. പിന്നെ പണ്ട് മുതലേ അമേരിക്കയിലേക്ക് വന്നുകൊണ്ടിരുന്ന നല്ലൊരു വിഭാഗം എന്ന് പറയുന്നത് ഫാമിലി മൈഗ്രേഷനിലൂടെ വരുന്നതാണ്. ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഫാമിലിയിലുള്ള ബാക്കിയുള്ള ആളുകളെ കൂടെ കൊണ്ടുവരുന്ന ആ രീതിയിലുള്ള ഫാമിലി മൈഗ്രേഷനും. പക്ഷെ അതിനൊരു ടൈം പീരീഡ് ഉണ്ട് അല്ലേ? നമ്മളിപ്പോ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ സിറ്റിസൺ ആവണം. അതെ അതെ അതെ. എന്നിട്ട് പിന്നെ നേരത്തെ കുറച്ചുകൂടി ഈസി ആയിരുന്നു, പക്ഷെ ഇപ്പം അത് ഇച്ചിരി ഹാർഡാണ് ഫാമിലി മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഈവൻ ക്ലോസ് റിലേറ്റീവ്സ് ആണെങ്കിൽ പോലും ഇപ്പം കുറച്ചുകൂടെ ഒക്കെ സമയം എടുക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ എനിക്കൊന്ന് കുറഞ്ഞത് പണ്ടൊക്കെ 10 വർഷം, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ അതിലും. കാരണം ഞാൻ എന്റെ ഫാമിലിക്ക് വേണ്ടി ഫയൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇതുവരെ ഒരു അനക്കവും കേട്ടിട്ടില്ല. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഒരു 15 വർഷം കഴിഞ്ഞു, പക്ഷെ ഫയൽ ചെയ്തിട്ടും ഒരു അനക്കവും ഇല്ല. അപ്പൊ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നവരുണ്ട്, എന്നിട്ട് പിന്നെ അങ്ങനെ ഫയൽ ചെയ്ത് വരുന്നവരുണ്ട്. കൂടുതലും വരുന്നത്
വർക്ക് വിസയായി വരുന്നത് H1B എന്നുള്ളൊരു വിസയാണ്. IT ഫീൽഡിലുള്ളവരാണ് കൂടുതലും. ഉം. ഇന്ത്യക്കാരില്ലെങ്കിൽ ഇവിടുത്തെ IT സംവിധാനങ്ങൾ വർക്ക് ചെയ്യില്ല എന്ന് ഇവിടെ ഉള്ളവർ തന്നെ പറയുന്നുണ്ട്. ശരിയാണ്. ഇന്ത്യക്കാർ മാത്രമല്ല, നേഴ്സസിന്റെ Nurses. കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷെ നേഴ്സസ് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് ഗ്രീൻ കാർഡാണ്. ഗ്രീൻ കാർഡ്. ഞങ്ങൾ വന്നത് ഗ്രീൻ കാർഡ് ഗ്രീൻ കാർഡ് ഓൾ ഫാമിലി ആയിട്ടാ വന്നത്. ആണ്. എന്നിട്ട് പിന്നെ ഇവിടെ വന്ന് 3 വർഷം കഴിഞ്ഞപ്പം അതെ. സിറ്റിസൺ ആയി. അതെ. Nursing സിറ്റിസൺ ആയിട്ട് ഞാനിപ്പോ എന്റെ ഫാമിലിക്ക് വേണ്ടി ഫയൽ ചെയ്ത്. പക്ഷെ ഇനിയൊരു ഓൾറെഡി 15 വർഷം കഴിഞ്ഞിട്ട് മനക്കമൊന്നും കേൾക്കുന്നില്ല. പക്ഷെ പിന്നെ വേറെ രീതിയിൽ വരാൻ പറ്റുമോ അമേരിക്കയിൽ? പിന്നെ വരാൻ പറ്റുന്നത് വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നതാണ്. വിസിറ്റിംഗ് വിസയ്ക്ക് ധാരാളം വ്ളോഗേഴ്സും ഒക്കെ ഇപ്പം അമേരിക്ക സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതേസമയം നിങ്ങൾക്ക് ഇവിടെ സന്ദർശിക്കണം എന്നും എംബസിയിൽ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വിസ കിട്ടുന്നതിന് കുഴപ്പമില്ല. 10 വർഷത്തേക്കാണ് വിസ കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതാണ് കൂടുതലായിട്ടും ഇന്ത്യക്കാർ വരുന്നത്. പിന്നെ മറ്റു രാജ്യങ്ങളിലൊക്കെ വേറെ തരത്തിലുള്ള ലോട്ടറി സംവിധാനത്തിലൂടെയാണ്. ഇപ്പം H1B പോലും എടുക്കുന്ന ലോട്ടറി സംവിധാനത്തിലൂടെയാണ്. അപ്പം അതാണ് എന്നോട് ഈ പ്രാവശ്യം പലരും ചോദിച്ചു അമേരിക്കയിൽ എങ്ങനെ എത്താൻ പറ്റും. പക്ഷെ എത്തുന്നത് അത്ര ഈസി അല്ല. ഞാൻ അതിനകത്തൊരു എക്സ്പെർട്ട് അല്ല, ഇമിഗ്രേഷന്റെ കാര്യത്തിൽ എക്സ്പെർട്ട് അല്ല. പക്ഷെ പലരും കീപ്പ് ഓൺ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം, എങ്ങനെ എത്താം എന്നതിനെ പറ്റി വീഡിയോ ചെയ്യണം. അതുകൊണ്ട് ഞാൻ ചില എക്സ്പെർട്ടുകളെയൊക്കെ വീഡിയോയ്ക്കകത്ത് ഇൻവൈറ്റ് ചെയ്ത് അവരിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ എന്റെ ഫോളോവേഴ്സിനോട് പറഞ്ഞു കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെ മറ്റൊരു കാര്യം, എത്തപ്പെട്ടാല് പഠിക്കാൻ മനസ്സുണ്ടോ, കഷ്ടപ്പെടാൻ മനസ്സുണ്ടോ, അമേരിക്കയിൽ നമുക്ക് സർവേ. അപ്പൊ ഞാൻ ഈ വീഡിയോ ഒക്കെ കേട്ടപ്പം ഇത് ഫുൾ ഓഫ് മോട്ടിവേഷൻ ആണ്. കാരണം എനിക്ക് പേഷ്യൻസിനെ കാണുമ്പം അവരുടെ ഡയഗ്നോസ് അനുസരിച്ച് ഞാൻ ടോക്ക് ചെയ്യും. പിന്നെ അന്നേരം ഞാൻ അവരുമായിട്ട് കുറച്ച് ഫ്രീ ആയിട്ട്, എനിക്ക് ഒരാൾ വേണം എൻ്റെ മുമ്പിൽ സംസാരിക്കണമെങ്കിൽ. ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്ക് ഫ്രീ ആയിട്ട് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്ന, ഞാൻ ഓരോന്ന് നോക്കുമ്പം താങ്കൾ പറയുന്ന ഓരോ കാര്യങ്ങളും വേറെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര എക്സാക്ട്ലി കണ്ടിട്ടില്ല. പക്ഷെ അത് അടുത്തുള്ള ഒരാൾ പറയുന്നതായിട്ട് തോന്നുന്നുണ്ടോ എന്ന് അങ്ങനെ തോന്നുന്നുമുണ്ട്. അപ്പൊ ഈ കണ്ടന്റ് ഒക്കെ എങ്ങനെ, ഈ ഐ മീൻ വീഡിയോയുടെ കണ്ടന്റ് അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ മോട്ടിവേഷണൽ സ്പീച്ചിന്റെ അതെങ്ങനെയാണ് അതെങ്ങനെ എവിടുന്നാണ്? ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കർ ആണെന്ന് ഞാൻ എന്റെ പ്രൊഫൈലിലും എങ്ങും കൊടുത്തിട്ടില്ല. ഞാൻ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ ആണെന്നുള്ളത്. എന്നെ കൊണ്ടൊന്ന് ലേബിൾ ചെയ്തതാണ് ഒരു മോട്ടിവേഷൻ സ്പീക്കർ. കാരണം നമ്മൾ മലയാളികൾക്ക് ഒരു സ്വഭാവം, ഒന്നുകിൽ ട്രാവൽ ബ്ലോഗർ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അനലിസ്റ്റ്, അതുമല്ല രാഷ്ട്രീയ നിരീക്ഷകൻ എന്നൊക്കെ പറയുന്ന പോലെ. അതുമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മോട്ടിവേഷൻ സ്പീക്കർ. ഇതിനൊന്നും ഇടയ്ക്കുള്ള സാധനങ്ങളൊന്നും അങ്ങനെ കൊടുക്കത്തില്ല. ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുവന്ന് കിട്ടുക എന്നുള്ള ഒരു ഇതുണ്ട്. ഞാൻ സംസാരിച്ച് തുടങ്ങിയത് ഹ്യൂമൻ റിലേഷൻഷിപ്പിനെ പറ്റിയാണ്. എൻ്റെ പ്രൊഫഷൻ ഞാൻ പറഞ്ഞ പോലെ സൈക്കോ സോഷ്യൽ സപ്പോർട്ടാണ്. അപ്പോൾ ആളുകളുടെ പ്രശ്നങ്ങളുള്ള സമയത്താണ് ആളുകൾ എൻ്റെ അടുത്ത് വരുന്നത്. ആ സമയത്താണ് ആളുകളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. നാട്ടിൽ ജോലി ചെയ്ത് തന്നെ വളരെ സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ നിന്നിട്ടുള്ളത്. HIV ബാധിതരായിട്ടുള്ള ആളുകൾ, LGBTQ എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി, അവർക്ക് വേണ്ട സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നു. സെക്സ് വർക്കേഴ്സിന്, ഫീമെയിൽ സെക്സ് വർക്കേഴ്സിന് ഇടയിൽ. അങ്ങനെ നമുക്ക് മുഖ്യധാരാ സമൂഹത്തിൽ ഒരാൾക്ക്, ഒരു നോർമൽ ആൾക്ക് കാണാനോ ഇടപെടാനോ കഴിയാത്ത ആളുകളുടെ ജീവിത പ്രശ്നങ്ങളും സൈക്കോളജിക്കൽ ഇഷ്യൂസിനും ഒക്കെ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ജോലിയൊക്കെ നാട്ടിൽ. പിന്നെ NRHM എന്ന് പറഞ്ഞ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ബ്ലോക്ക് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴും സൈക്കോ സെറ്റിങ്ങിൽ ജോലി ചെയ്തപ്പോഴും പിന്നെ ഒരു എൻ സ്റ്റേജ് ESRD, ഒരു ലാസ്റ്റ് ഇതെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ സൈക്കോ സോഷ്യൽ സപ്പോർട്ടുമായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മിക്ക സമയം ബാക്കിയുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളത് അറിഞ്ഞോ അറിയാതെ എൻ്റെ ജോലിയായിട്ട് വന്നു. അത് മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. അപ്പം അതുകൊണ്ടായിരിക്കും ഞാൻ തിരഞ്ഞെടുത്ത വിഷയങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഒരല്പം മോട്ടിവേഷൻ കിട്ടുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷെ ഞാൻ സംസാരിക്കുന്നത് മൊത്തം ഫ്രണ്ട്ഷിപ്പിനെ പറ്റി, പിന്നെ റൊമാൻസിനെ പറ്റി, റൊമാൻറ്റിക് റിലേഷൻഷിപ്പിനെ പറ്റി, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധത്തെ പറ്റി, അമ്മയും മോനും തമ്മിലുള്ള ബന്ധത്തെ പറ്റി, പിന്നെ സുഹൃത്തുക്കൾ ട്രിപ്പിന് പോകുന്നതിനെ പറ്റി, ഇതിനെപ്പറ്റിയൊക്കെയാണ് സംസാരിക്കുന്നത്. ആളുകൾക്ക് അത് കേൾക്കുന്നുണ്ടേ അതിൻ്റെ ഒരു അടിയിലൂടെ, വരികൾക്കിടയിലൂടെ വായിക്കുന്നതിലൂടെ അവർക്കൊരു പോസിറ്റീവ് തോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് വന്നിട്ട് ലൈഫ് എക്സ്പീരിയൻസുകളാണ്, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസുകളും ഉണ്ട്. പിന്നെ ഇത്രയും പേഷ്യൻസുമായിട്ടും ഈ ഒരു ആളുകളുടെ ജീവിതത്തിലൊക്കെ ഇടപെട്ട് അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റിയതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഭാഗ്യവും കൂടാണ് അതിന് കാരണം. ആണല്ലേ? അപ്പം പറയുമ്പം നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഇവിടെ എത്തിയപ്പോൾ അമേരിക്കയിൽ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്? അമേരിക്കയിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളൊരു കാര്യമാണ് എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത്. കാരണം നമുക്കറിയാം റേസിസത്തെ പറ്റി ഏറ്റവും ചർച്ച നടക്കുന്ന രാജ്യത്തിലായിരിക്കത്തില്ല ഏറ്റവും വലിയ റേസിസം. ഇപ്പം നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ ഇപ്പം
ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ പറ്റിയും ഏറ്റവും അധികം ചർച്ച നടക്കുന്നുണ്ട് ഇപ്പം. ഉം. ഏറ്റവും അധികം ചർച്ച നടക്കുന്നുണ്ട്, പഠനം നടത്തി റിപ്പോർട്ടുമൊക്കെ സമർപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രികൾ, മലയാളം ഇൻഡസ്ട്രിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കില്ല. കാരണം നമുക്കെല്ലാം അറിയാം, തമിഴ്നാട്, കർണാടക, നോർത്ത് ഇന്ത്യൻ എല്ലായിടത്തും. പോലെയുള്ള ഫിലിം ഫീൽഡുകളിൽ ഇത് നോർമലാണ്. ഉം. അവിടെ അസ്വാഭാവികതയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഉം. അതിനെപ്പറ്റി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഉം. ഇവിടെയും ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻസ്, ഇൻഡിവിജ്വൽ ഫ്രീഡം എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ട് ഒരു ചെറിയ ഇഷ്യൂ പോലും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും അത് കംപ്ലൈൻറ്റ് ചെയ്യപ്പെടുകയും, നിങ്ങൾക്ക് നേഴ്സ് മാനേജർ അല്ലേ? നേഴ്സ് ഞാൻ മാനേജർ നേഴ്സ് പ്രാക്ടീഷണർ. നേഴ്സ് പ്രാക്ടീഷണറാണ്. നമുക്കൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളത് അഡ്രസ്സ് ചെയ്തേ പറ്റും. കറക്റ്റ് ഫോർമാറ്റ് ഉണ്ടാക്കി വെച്ചിരുന്നു, അത് അഡ്രസ്സ് ചെയ്യണം, അത് റിസോൾവ് ചെയ്തോ, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണ്, അത് ഫോളോ അപ്പ് ചെയ്തു. നമ്മൾ കൊടുക്കും. ഓരോ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തേ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെ വെക്കുന്നതുകൊണ്ടാണ് ഇത്രയും കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഒരു സ്ഥലത്ത് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവിടെ ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമാണെന്നല്ല, അവിടെയാണ് ഇത് ഏറ്റവും കൂടുതൽ അഡ്രസ്സ് ചെയ്യുന്നത് എന്നാണ്. അമേരിക്കയെ പറ്റിയും അങ്ങനെ ഒരു ധാരണയാണ് എനിക്ക് സോഫാറുള്ളത്. അത് ശരിയാണ്. കാരണം അതിന്റെ അർത്ഥം നമ്മുടെ ആൾക്കാർ ഇതിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മോർ എഡ്യൂക്കേറ്റഡ് ആയി. കാരണം നമുക്കിവിടെ അമേരിക്കയിലാണെങ്കിലും നമുക്ക് നമ്മുടെ വർക്കിൽ തന്നെ നമുക്ക് എവറി ഇയർലി നമുക്ക് ഇൻ സർവീസ് ഉണ്ടല്ലോ, സെക്ച്വൽ ഹരാസ്മെന്റ് അതെന്താണ്, നമുക്ക് ചിലപ്പോൾ ഈവൻ വൾഗർ കമന്റ് പാസ് ചെയ്യുന്ന തന്നെ സെക്ച്വൽ ഹരാസ്മെന്റ് പോലും ആണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ ഞാനും ഇങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ എപ്പോഴും ഓർക്കുന്ന അമേരിക്കയെ പറ്റി ഞാൻ ഓർക്കുമ്പം നമുക്ക് ധൈര്യമായിട്ട് ആരുടെ മുഖത്ത് നോക്കി ചിരിക്കാം. നീ എന്താ എന്നെ നോക്കി ചിരിക്കുന്നത് ആരും ചോദിക്കത്തില്ല. കാരണം ഇത് ഞാൻ പറയാൻ കാരണം എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് നാട്ടില്. ഞാൻ നാട്ടില് കല്യാണത്തിന് മുമ്പാണ്, ഞാൻ ദുബൈയിൽ ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ വെക്കേഷന് വന്നു നാട്ടിൽ വന്നപ്പം ഞങ്ങൾക്ക് എന്നെ പഠിപ്പിച്ചൊരു ടീച്ചറിനെ കാണാൻ പോകണം. അപ്പൊ എന്റെ ആന്റി വരുന്നുണ്ട് എന്റെ കൂടെ. എന്നോട് പറഞ്ഞു മെഡിക്കൽ കോളേജിലെ ബസ് സ്റ്റോപ്പിൽ വാ, പുള്ളിക്കാരി അവിടെ വന്ന് എന്നെ മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെഡിക്കൽ കോളേജിൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ആന്റിയെ നോക്കി വെയിറ്റ് ചെയ്യുമ്പം ആ സമയത്ത് ഞാൻ ഐ മീൻ ഇൻ മൈ ഏർലി 20s. അപ്പൊ ഒരു 40-45 years ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എന്നെ ഇങ്ങനെ നോക്കുന്നു. ഞാനിങ്ങനെ നോക്കിയപ്പോ എനിക്കെന്തോ പരിചയം തോന്നുന്നു, അയാളെ കണ്ടപ്പോ എനിക്കെന്തോ പരിചയം തോന്നുന്നു. അപ്പൊ ഞാൻ അയാളെ നോക്കി ഒന്ന് ചിരിച്ചു. ഞാൻ വിചാരിക്കുന്നത് എന്റെ കൂടെ പഠിച്ച ആരുടെയെങ്കിലും അപ്പനോ സഹോദരനോ ആരെങ്കിലും ആയിരിക്കും എന്നോർത്ത് ഞാനൊന്ന് ചിരിച്ചു. ചേട്ടാ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യന് എന്റെ വട്ടത്തൊന്നും പോകുന്നില്ല. ഇയാളിങ്ങനെ പിന്നെയും അപ്പൊ ഞാൻ എന്തോ ഒരു അസ്വാഭാവികത എനിക്ക് തോന്നി. അപ്പൊ ഇതെന്തുവാ ഇങ്ങനെയെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുമ്പോ ഈ മനുഷ്യൻ ഇങ്ങനെ പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞ് ഈ മനുഷ്യൻ എന്നോട് വന്നിട്ട് പറയുക, എന്നോട് എന്തോ പറയാമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ അറിയുമോ എന്ന്. ഞാൻ ധൈര്യമായിട്ട് ചോദിച്ചു എന്നെ അറിയുമോ. ഉടനെ അയാൾ എനിക്കിട്ട് ഇങ്ങനെ നോക്കിയിട്ട് മാറി നിന്നിട്ട് എല്ലാവരോടും പറയുക, ഈ പെങ്കൊച്ചിനെ എനിക്കറിയാം, ഇവൾ ഇവിടെ കോളേജിൽ പഠിക്കുന്നതാണ്, ഇവളുടെ പണി ഇതാണ്, ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കും, ആൾക്കാരെ ചിരിച്ചു കാണിക്കും. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് അവിടെ നിൽക്കുന്നത്. എനിക്കത് ഭയങ്കര ഷോക്കിങ് ആയി. ഭാഗ്യത്തിന് ആ സമയത്ത് എന്റെ ആന്റി വന്നു. ആന്റി നല്ല മെഡിക്ക നല്ലത് കൊടുത്ത്. ആ സമയത്ത് ഇവിടുന്ന് പോലീസുകാരൊക്കെ വന്നു. പക്ഷെ ഞങ്ങൾ അങ്ങ് ബസ്സേ കയറി പോയി, പോലീസുകാർ പിടിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും ഓർക്കും ഒരു ചിരി വരുത്തി വെച്ച വിന. അതേ സമയത്ത് ഇവിടെ ആരെയാണെങ്കിലും നമ്മളൊന്ന് ചിരിച്ചില്ലെങ്കിൽ അതാണ് പ്രശ്നം. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ആരെ കണ്ടാലും നമ്മൾ ഗുഡ് മോർണിംഗ് പറയും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ അപ്രീസിയേഷൻ അല്ലെ, തോന്നിയിട്ടില്ലേ മറ്റുള്ളവരുടെ നന്മ നമ്മളൊരു ഏതെങ്കിലും ഒരു ലെവലിൽ എത്തിയാലും, അറിയത്തില്ല ഉള്ളിൽ വല്ലതും ഉണ്ടോന്ന്, പക്ഷെ വെളുക്കി ഒരു ചിരിച്ചല്ലേ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ആ ഒരു നല്ല കാര്യമല്ലേ അമേരിക്കയിൽ എനിക്ക് തോന്നുന്നത്. കുറെ നല്ല കാര്യങ്ങൾ തോന്നിയിട്ടുണ്ട്. ഓരോ രാജ്യത്തും ഓരോ സംസ്കാരങ്ങളാണ്, നമ്മൾ വളർന്നു വന്നിരുന്ന ഓരോ സാഹചര്യങ്ങൾ. നല്ല കാര്യവും ചീത്ത കാര്യങ്ങളും തോന്നിയിട്ടുണ്ട്. അത് ശരിയാണ്. ഞങ്ങൾ താമസിക്കുന്ന ന്യൂയോർക്കിലൊക്കെ ആണെങ്കിൽ ചില ഏരിയകളിലൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ വളരെ അമേരിക്ക എന്ന് പറഞ്ഞ് നമുക്ക് ലേബൽ പോലും ചെയ്യാൻ പറ്റുന്ന ഡെഫിനേഷൻസിനൊക്കെ അപ്പുറമുള്ള താഴ്ന്ന നിലയിലും ഒക്കെ ജീവിക്കുന്ന ആളുകളും ഉണ്ട് അമേരിക്കയിൽ. നമ്മൾ ഈ പറയുന്ന പോലെ രണ്ട് കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഗുണവും ദോഷവും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അമേരിക്കയിൽ ഈ പറയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ, നമ്മൾ വെളിയിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ എതിരെ വരുന്നവർ ഹായ് ഹൗ ആർ യു, ഗുഡ് മോർണിംഗ്, ഹൗ ഇസ് യുവർ ഡേ എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഇവർക്ക് എങ്ങനെ നമ്മളെ പരിചയം എന്ന് ചോദിക്കും. പക്ഷെ അവർക്ക് നമ്മളെ ഒന്ന് ചീറപ്പാക്കി വിടുക എന്നുള്ളത്, പക്ഷെ അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരുന്നില്ല. ഒരു 5 പേര് നമ്മളോട് ചിരിച്ച് ഗുഡ് മോർണിംഗ് പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇളങ്ങ് പോകുന്നെങ്കിൽ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മറന്നു പോകും. ഞാനിത് ആദ്യമൊക്കെ ഞാൻ ഓർക്കെ ഇവർക്ക് എന്തിന്റെ സുഖം ചുമ്മാ വന്ന് അപ്പൊ ഇപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഞാൻ ഇപ്പൊ അവരോട് പറയുക, ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, ഇവൻ എന്തെങ്കിലും അല്ല ഇവളെന്തെങ്കിലും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പോവാണോ. അപ്പൊ ഞാനങ്ങ് പോവുക, രാവിലെ ഞാനിപ്പോ ഒരു സിക്കായിട്ട് അങ്ങ് പോവുക, അവരെ
പരിചയമില്ലാത്ത ഒരാൾ വന്ന് ഗുഡ് മോർണിംഗ് ഹൗ ആർ യു എന്ന് ചോദിക്കുമ്പോൾ ഐ എം നോട്ട് ഫീലിംഗ് ഗുഡ്, അവൻ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ആദ്യം ചിന്തിക്കുമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ മനസ്സിലായി ഇത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. നാട്ടിൽ നിന്ന് വന്നതിൽ എന്താണ് മെയിൻ ആയിട്ട് നാട്ടിലെ മിസ് ചെയ്യുന്നത്? നാട്ടിൽ മിസ് ചെയ്യുന്നത് എൻ്റെ സുഹൃത്തുക്കളെയാണ്. ഫാമിലി ഉണ്ട് ഓഫ് കോഴ്സ്, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നല്ലൊരു സുഹൃത്ത് വലയം ഉണ്ട്. ഈ കഴിഞ്ഞ തവണ പോയപ്പോൾ തന്നെയും അവരെല്ലാവരും സജീവമായിട്ടുണ്ട്. അവരുടെ കൂടെയുള്ള യാത്രകളും അവരുടെ കൂടെയുള്ള തമാശകളും ഒക്കെയാണ് തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും ബിസിയാണ്, തിരക്കാണ്. അപ്പം അവർക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ സമയങ്ങൾ കിട്ടുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം. സമയങ്ങൾ കിട്ടിയെങ്കിൽ തന്നെയും നമ്മുടെ വീടുകളിലെ സപ്പോർട്ട് സിസ്റ്റം വളരെ കുറവാണ്. ഒരു ഹസ്ബൻഡും വൈഫും തന്നെയായിരിക്കും മക്കളുടെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത്. നാട്ടിലെന്ന് പറഞ്ഞാൽ കുറെ സപ്പോർട്ട് സിസ്റ്റം ഒക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് കുറച്ചുകൂടെ ഫ്രീ ആകാൻ പറ്റും, അവർക്ക് വന്നിരിക്കാൻ പറ്റും. അപ്പൊ നമ്മളോട്ട് തുറന്ന ചർച്ചകളും തമാശകളും ഒക്കെ അതാണ് പ്രധാനമായിട്ടും മിസ്സാകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് ഫുഡ്, ഇപ്പൊ അത് കുറച്ചൊക്കെ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടെങ്കിലും നാട്ടിലെ പോലെ ഒരു കിട്ടുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലെ നാട്ടുകാരും കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന പോലെ ഇടപെടുകയും എപ്പോഴും വീട്ടിൽ കയറി വന്ന് സംസാരിക്കുകയും നമ്മൾ അവരുടെ വീടുകളിൽ പോവുകയും ഇതൊക്കെ ചെയ്യുന്നു. പിന്നെ ഒരു റിലേറ്റീവ്സിന്റെ കല്യാണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നടക്കുന്ന ഫാമിലി ഫംഗ്ഷനുകളെല്ലാം നമ്മൾ മിസ്സായി പോയി. അത് പ്രധാനപ്പെട്ട ചടങ്ങുകളെല്ലാം നമ്മൾ ഇല്ലാതായി പോയി. നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ല അമേരിക്കയിൽ, അങ്ങ് എത്തിപ്പെട്ടതാണ് അമേരിക്കയിൽ. പിന്നെ തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു വേരില്ലാതെ പോലെ നമ്മൾ പറിച്ചു നടപ്പെട്ടു എന്നുള്ളൊരു ഫീലിംഗ് എപ്പോഴും മനസ്സിലുണ്ട്. അതെപ്പോഴും വല്ലാത്തൊരു മിസ്സിംഗ് ആണ്. അതെ, എനിക്കും എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നമുക്കിപ്പോ അമേരിക്കയില് നമുക്കൊരു അയൽബന്ധം അല്ലെ, ആരാണ് നമ്മുടെ അടുത്ത് താമസിക്കുന്നത്, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അവർ ഓടി വരും എന്നുള്ള ഒരു ഇതില്ല. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഓർക്കുന്നുണ്ട്, ഞാനൊക്കെ കോളേജൊക്കെ ഇച്ചിരി കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കോളേജ് കട്ട് ചെയ്ത വിവരം ഞാൻ എത്തുന്നതിന് മുമ്പ് എന്റെ വീട്ടിൽ എന്നെ അവിടെ കണ്ടു എന്ന് വീട്ടിലെത്തും. അപ്പൊ അങ്ങനെ ഒരു അത് കാരണം നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മളെ പറ്റി അത്രയ്ക്ക് അങ്ങനെ അവലാതി ഇല്ലായിരുന്നു. നീ ഇവളെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, കാരണം അവർക്കറിയാം അവിടെ ഒരു 1000-10,000 കണ്ണുകള് നമ്മുടെ പുറകെ ഉണ്ടെന്ന്. അങ്ങനെ ഒരു നല്ലൊരു ഞാൻ ചെറുപ്പത്തിലൊക്കെ താമസിച്ച സ്ഥലത്തു നിന്ന് എനിക്കൊന്ന് 2 കിലോമീറ്റർ ചുറ്റോടുള്ള എല്ലാവർക്കും ഞാൻ ആരാന്നറിയാം, ഏത് വീട്ടിലെയാണെന്ന് അറിയാം, ആരുടെ മോനാണെന്ന് അറിയാം, എവിടെയാണ് പഠിക്കുന്നതെന്നും അറിയാം. അപ്പൊ നമ്മൾ എവിടെ പോയെന്ന് പറഞ്ഞാലും ഇവിടൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ എവിടെയൊക്കെ കാണും. അതെ, അത് ശരിയാണ്. അത് റിയൽ ആയിട്ട് ഒരു മിസ് ചെയ്യുന്ന കാര്യം. ഇപ്പൊ ഞാനും പറയുവാണെങ്കിൽ എനിക്കും ഫാമിലി ആണ് മിസ് ചെയ്യുന്നത്. എന്റെ ഫാമിലി ആരും ഇവിടെ ഇല്ല, എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ഉണ്ട്. അതുകൊണ്ട് ഒരു സൈഡ് സ്ട്രോങ് ആണ്, അതുകൊണ്ട് അത്രയ്ക്ക് മിസ് ആകാനായിട്ട് അവർ സമ്മതിക്കാറില്ല. ഞങ്ങൾ എപ്പോഴും ആഴ്ചയിലൊന്ന് ഒരുമിച്ച് കൂടാറുണ്ട്, അങ്ങനെ കുഴപ്പമില്ലാതെ പോകുന്നു. പക്ഷെ പിന്നെ നമ്മുടെ പേരൻസ് ആണല്ലോ. പിന്നെ എന്റെ സിബ്ലിങ്സിനെ മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ മിസ് ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ഈ കായൽ മീൻ, അത് ഇവിടെ കിട്ടാനായിട്ട് ഭയങ്കര, ഞാനിവിടെ അധികം കണ്ടിട്ടില്ല. കരിമീൻ ഇടയ്ക്ക് ഫ്രോസൺ വരുമെങ്കിലും മറ്റങ്ങനെ പള്ളത്തി പരല് അങ്ങനത്തെ മീനുകളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ. പിന്നെ ഒരു കാര്യം ഞാൻ മിസ് ചെയ്യുന്നത് നമ്മുടെ പൂവാലന്മാരുടെ ഇവിടെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഞാൻ കണ്ടിട്ടില്ല ആരെങ്കിലും കമന്റ് പറയുന്ന, അല്ല അവര് നല്ലതാന്നല്ലാതെ വേറൊരു രീതിയിൽ നെഗറ്റീവ് കമന്റോ അല്ലാതെ വെറുതെ വൾഗർ കമന്റുകളോ ഒക്കെ വെരി റയറാ. അതൊക്കെ സെക്ച്വൽ ഹരാസ്മെന്റിൽ പെടും. അതെ, അങ്ങനെ ഒരു നല്ല കാര്യമുണ്ട് ഇവിടെ. പിന്നെ എനിക്ക് ചോദിക്കാനായിട്ട് ഉള്ളത് ഇതാണ്, ഇപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം സ്വന്തം ലൈഫില് ഈ മോട്ടിവേഷൻ ടോക്ക് ഒക്കെ വർക്ക്ഔട്ട് ആകാറുണ്ടോ? ഞാൻ ഒരു റീലിനകത്ത് പറഞ്ഞ പോലെ ചിരിച്ചുകൊണ്ട് മോട്ടിവേഷൻ പറയുന്ന ആള് ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളല്ല. മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ പറയുന്ന ആള് ജീവിതത്തിൽ മൊത്തം മോട്ടിവേഷൻ പറഞ്ഞുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരാൾ. ഇത്തവണ നാട്ടിൽ പോയിരുന്ന എയർപോർട്ടിൽ വെച്ച് ഒരാൾ എന്നെ വന്ന് പെട്ടെന്ന് മാറ്റി നിർത്തിപ്പോയിട്ട് വീട്ടിൽ വൈഫുമായിട്ട് ഒരു ഇഷ്യൂ ഉണ്ട്, പെട്ടെന്ന് ഒരു മോട്ടിവേഷൻ പറഞ്ഞ് പോയി ഒന്ന് ശരിയാക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളൊരു വണ്ടി കൊണ്ടുവന്ന് വർക്ക്ഷോപ്പിൽ കൊടുക്കുന്ന പോലെ ഇതിന്റെ ബ്രേക്കിന് ഇച്ചിരി തകരാറുണ്ട്, ഒന്ന് ശരിയാക്കി തന്നെ, അല്ലെ ആക്സിലേറ്ററിന് ഇച്ചിരി തകരാറുണ്ട്, അങ്ങനെ പറയുന്ന ഒരു സംഭവമല്ല. ഈ മോട്ടിവേഷൻ പറയുന്ന ആൾ നമ്മളൊരു പ്രത്യേക ടോപ്പിക്കിനനുസരിച്ച് നമ്മൾ അതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് ഫേസ് ചെയ്യാം എന്നുള്ള ഇതാണ്. നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ മനുഷ്യരാണ്, നമുക്ക് എപ്പോഴും അപ്പ് ആൻഡ് ഡൗൺ നമ്മുടെ ലൈഫിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചില പ്രശ്നങ്ങൾ വരും, നമ്മൾ ഇച്ചിരി സ്ട്രെസ്ഡ് ആവും, പിന്നെ എങ്ങനെ അതിനെ ഓവർകം ചെയ്യാമെന്ന് ചിന്തിക്കും, പിന്നീട് നമ്മൾ ഓവർകം ചെയ്യും, പിന്നീട് തിരിഞ്ഞു നോക്കുന്നതിന് അത് അത്ര വലിയ സ്ട്രെസ് അല്ലായിരുന്നു എന്ന് മനസ്സിലാക്കും. അങ്ങനെയൊക്കെയാണ് ലൈഫ് മുന്നോട്ട് പോകുന്നത്. അല്ല, ഇതിപ്പോ പറഞ്ഞപ്പോ ഞാൻ പറയാൻ കാരണം ഇതാണ്. കാരണം ഞങ്ങളുടെ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ എനിക്ക് ഈ വീഡിയോ ഒരു പോസിറ്റീവ് എനർജിയാണ്. കാരണം മെയിൻ ആയിട്ട് എന്റെ വീഡിയോ എടുക്കുന്ന ആള് ആണ് എന്റെ മോട്ടിവേഷൻ. കാരണം എന്നാന്ന് വെച്ചാൽ മിക്കവാറും എനിക്ക് പുള്ളി വീഡിയോ എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഈ വീഡിയോ എടുക്കണമെന്നുള്ള ഒരു സമയം ഉള്ളപ്പം ഞാൻ കഴിവതും നെഗറ്റീവ് ടോക്കും നെഗറ്റീവ് കാര്യങ്ങളും ബ്രിങ്ങപ്പ് ചെയ്യാതെ കഴിവതും സ്മൂത്ത് ആയിട്ട് പോകാൻ നോക്കാറുണ്ട്. കാരണം സത്യം പറഞ്ഞ ഈ വീഡിയോ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രയോജനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അച്ഛൻ ഇനി എപ്പോഴും എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട് ഫോൺ എടുത്ത് അങ്ങ് പിടിച്ചാൽ മതി, വീഡിയോ ഓൺ ആണ് എന്ന് പറഞ്ഞാൽ മതി.
അപ്പൊ എല്ലാം calm down ആവും. കാം ഡൗൺ ആയിട്ട് പോകുന്നത്. അങ്ങനെ പോകുന്നു. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് ഇപ്പം ബ്രിങ്ങപ്പ് ചെയ്യാൻ തോന്നിയത്, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ ആൾക്കാര് ഒരിക്കലും പഠനം നിർത്തുന്നില്ല. നോക്കിയിട്ടുണ്ട് ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും. ശരി. കാരണം ഇത് ഞാൻ പറയാൻ കാരണം നമ്മുടെ നാട്ടിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ എന്റെ ഫാദറിനെ പറ്റി പറയുമ്പോൾ, എന്റെ ഫാദർ ഒരു നല്ല തികഞ്ഞ മദ്യപാനിയായിരുന്നു. പുള്ളി മദ്യപാനം നിർത്തിയത് കോവിഡിന്റെ സമയത്താണ്. കാരണം എന്താന്ന് വെച്ചാല് പുള്ളിക്ക് ഇത് ഓൺലൈനിൽ ഓർഡർ ചെയ്യണം, എന്താ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഓർഡർ ചെയ്യണം. അത് പുള്ളിയുടെ അഭിമാനത്തിനേറ്റ ഒരു വലിയ ക്ഷതമായിരുന്നു. ഇത് ഞാൻ പഠിക്കണോ? അപ്പൊ അങ്ങനെ മദ്യപാനം നിർത്തിയ ഒരാളാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ളവര് ചിലര് ഒരു പ്രായം കഴിഞ്ഞാല് പഠനത്തിനും റിസ്ക് എടുക്കാനും മടിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ചില മോഡലുകളൊക്കെ ഉണ്ട്. ഇന്ദ്രൻസ് ഈ കഴിഞ്ഞ സമയം 10ാം ക്ലാസ് എഴുതിയെടുത്തു എന്ന് കേട്ടു. ഇത്രയും പ്രായമായിട്ടും പുള്ളിക്ക് 10ാം ക്ലാസ് എഴുതിയെടുക്കേണ്ട ഒരു കാര്യമില്ല. പുള്ളിയുടെ പ്രൊഫഷണൽ മേഖലയിൽ ഏറ്റവും ഒരു ഹയസ്റ്റ് ലെവലിൽ ഇപ്പൊ നിൽക്കുന്ന ഒരാളാണ്. ആ ആള് 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയെടുത്തു എന്ന് കേട്ടു. എന്ന് പറഞ്ഞ പോലെ നാട്ടിലും ആ മാറ്റങ്ങൾ ഉണ്ടായി വരുന്നുണ്ട്. പക്ഷെ ഒരു ജനറൽ പബ്ലിക്കിനിടയിൽ അങ്ങനെ നമ്മൾ കാണത്തക്ക രീതിയിൽ ആ മാറ്റം വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് നല്ലൊരു മോഡലാണ്. കാരണം ഈവൻ മഞ്ജു വാര്യരുടെ അമ്മ എന്തോ ഡാൻസിന്റെ എന്തോ ഡിഗ്രി എടുത്തെന്നോ പഠിക്കുന്നെന്നോ ഒത്തിരി. കാരണം നമ്മുടെ ഈ സമയം, കാരണം അന്ന് കാലത്ത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പല സ്വപ്നങ്ങളും പഠിക്കാനുള്ള ആഗ്രഹങ്ങളും ഒക്കെ നേടാൻ പറ്റിയില്ല. ഇപ്പൊ ഒട്ടുമിക്കവാറും ഉള്ള നമ്മുടെ നാട്ടിലുള്ള പേരൻസിനൊക്കെ ഒരുവിധം വെൽ സെറ്റിൽഡ് ആണ്. അവർക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങളോ പഠനം ഉണ്ടെങ്കിൽ ഒരു ഗോൾ മുന്നിൽ സെറ്റ് ചെയ്ത് അതിനെ ചേസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. ഗോളുകൾ ഇല്ലാതായി പോകുമ്പോഴാണ് ജീവിതം വിരസമായി പോകുന്നത്. അതെ, ഇത് ഞാൻ പറയാൻ കാരണം എന്റെ 2 പേരൻസും ഡിമെൻഷ്യയുടെ ഏർലി സ്റ്റേജിലാണ്. കാരണം എനിക്കറിയാവുന്ന രീതിയിൽ അവരത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് അല്ല. അവരൊരിക്കലും അവരുടെ ബ്രെയിൻ ഒരു പരിധി കൂടുതൽ ഉപയോഗിച്ചില്ല. ഇനി എന്തിനാണ്, ഇപ്പൊ എല്ലാം ഓക്കെ ആണല്ലോ, ഇനി എന്തിനാണ്. പക്ഷെ അങ്ങനെയുള്ള എനിക്കിപ്പോൾ പറയാനുള്ളത്, ഞാനിപ്പോ കാണുന്ന ഇപ്പം നമ്മുടെ എത്ര ഏജ് 90+ ആണെങ്കിലും അവരുടെ എപ്പോഴും ഒരു ബുക്കുണ്ട്. അവരുടെ വേർഡ് ഗെയിം ചെയ്യും. എപ്പോഴും അവരുടെ ബ്രെയിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് നമ്മളോട് എല്ലാവരോടും ചെറുപ്പം മുതൽ നമ്മൾ ആ ഒരു ടച്ച് വിടല്, പഠിക്കുന്ന ടച്ചും എല്ലാം ബുക്കെന്നല്ല, ഇൻട്രസ്റ്റ് ടു ലേൺ സംതിങ് ന്യൂ, അതൊരിക്കലും വിടരുത്. അത് എപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെ ഒരു ഞാൻ വീഡിയോ തുടങ്ങുമ്പം എനിക്ക് ഇതേപ്പറ്റി ഒരറിവും ഇല്ലായിരുന്നു. അങ്ങ് തുടങ്ങിയപ്പോൾ ഒരു 25 പേര് പോലും കാണുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ അതിൽ നിന്ന് എനിക്ക് അത്രയ്ക്ക് ഇങ്ങനെ ഒത്തിരി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും അത്രയ്ക്ക് സ്മാർട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു ഞാൻ. അപ്പൊ അതിൽ നിന്ന് എനിക്ക് പറ്റിയെങ്കിൽ ഇത് ആർക്കും പറ്റും. അത് പിന്നെ എന്തെങ്കിലും ഓഡിയൻസിനോട് പറയാനായിട്ടുണ്ടോ? അല്ല, ഈ പറയുന്ന പോലെ ഒരു ചാനൽ എന്ന് പറയുന്നത് എത്രയും വ്യൂസോ ഫോളോവേഴ്സോ ഉള്ളത് കൊണ്ട് മാത്രം ആ ചാനൽ നല്ല ചാനൽ എന്നുള്ളൊരു കാഴ്ചപ്പാടൊന്നും എനിക്കില്ല. വളരെ നല്ല കണ്ടന്റുകൾ ഇറക്കുന്ന ചാനലുകൾക്ക് ഒരുപക്ഷെ അത്രയും വലിയ വ്യൂസോ ഒരുപക്ഷെ കൺസിസ്റ്റൻസി കുറവായിരിക്കും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ ക്വാളിറ്റി കുറവാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടുമില്ല. ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ഇന്ന് തന്നെ തുടങ്ങുക. നാളെ എന്നുള്ളൊരു സമയമില്ല. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഇന്ന് ചെയ്യുക. എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നാളെ ഒരു സമയമില്ല. അപ്പോൾ എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും എന്ത് പ്ലാനിങ്ങുകളുണ്ടെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്യുക. ഇന്ന് തന്നെ അതിനുള്ള വർക്ക് തുടങ്ങുക. എന്നെ ഇത്രയും സമയം സഹിച്ചതിൽ അയ്യോ അല്ല, എനിക്ക് എന്റെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് നടക്കുമെന്ന്. കാരണം ഷിനോത്തിനെ അറിയാമെന്നറിയത്തില്ല. ഷിനോത്തിനെ എനിക്ക് നേരത്തെ അറിയാം. കാരണം എന്റെ ഒരു നെഫ്യൂ ഉണ്ട് ചിക്കാഗോയിൽ, ആൽബിൻ. അവനായിരുന്നു സത്യം പറഞ്ഞ എന്റെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവൻ ഇത് എന്റെ ഈ വീഡിയോ ഒരു എന്താ പറയുന്നത്, എന്റെ തന്നെയുള്ള ഒരു ഇതല്ല ഇത്. ഞാൻ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. എഡിറ്റ് ചെയ്യാനും പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട്, പിന്നെ എന്റെ നെഫ്യൂവിന്റെ സപ്പോർട്ട്, എന്റെ ഫ്രണ്ട്സിന്റെ. ഞാനിപ്പോ ഒരു വീട്ടിലിരുന്ന് ഞാൻ വെറുതെ ഇങ്ങനെ പറയായിരുന്നു ഞാനൊരു യൂട്യൂബ് വീഡിയോ തുടങ്ങുവാന്ന്. അപ്പൊ അന്ന് അവിടെ ഇരുന്ന് എന്റെ ഫ്രണ്ട്സ് എന്നെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ഞാൻ ഒരിക്കലും ഇത് ചെയ്യത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു ഇതിന് ഞാൻ ഒരുമ്പെടത്തില്ലായിരുന്നു. അപ്പൊ അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോഴും ഞാൻ ഓർക്കും അവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോഴും എന്റെ ചർച്ചിൽ ഉള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എന്റെ വർക്കിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിലും എല്ലാവരും ഇപ്പൊ എനിക്ക് ഐഡിയ തരാനും കണ്ടന്റ് തരാനും ഇങ്ങനെയൊക്കെ ചെയ്യാനും, അതുപോലെ എന്നോടൊപ്പം ഞങ്ങൾ റെഡിയാണ്, നമുക്ക് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യാം എന്ന് ചെയ്യാനും. ഇതൊക്കെ അല്ലാതെ എന്റെ സ്വന്തമല്ല. ഇപ്പം ഷിനോത്തൊക്കെ നന്നായിട്ട് എന്താ പറയുന്ന ഒരു 1 man ഷോ ആയിട്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. അല്ല, 1 man ഷോ എന്ന് പറയാൻ പറ്റില്ല. അത് 1 man ഷോ അല്ല. അതിന് വരുന്ന ഫീഡ്ബാക്കുകൾ, കമന്റുകൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന ഒരാൾക്കാരെ ഇത് കാണാൻ അപ്പുറത്തിരിപ്പുണ്ട് എന്നുള്ളൊരു ഞാൻ 1 man ഷോ എന്ന് പറയാൻ കാരണം എനിക്ക് എപ്പോഴും ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുവാണ്, എന്റെ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് എനിക്ക് ആൾക്കാരെ ഓഡിയൻസിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യാനുള്ള ആ
സ്റ്റേജിൽ ഞാൻ എത്തിയില്ല ഇതുവരെ. ഓക്കെ. കാരണം ഞാൻ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലൊക്കെ ഞാൻ ടീച്ചിങ് പഠിപ്പിക്കുവാണ്. കാരണം ഞാൻ പണ്ട് മുതലേ എനിക്ക് ഇഷ്ടമാണ് പഠിപ്പിക്കുന്നത്. ഞാൻ എന്ത് കാര്യം പുതിയ കാര്യം ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ ആൾക്കാരുമായിട്ട് കൂടെ ജോലി ചെയ്യുന്നവരായിട്ടാണെങ്കിൽ ഞാൻ നഴ്സിംഗ് സ്കൂളിലൊക്കെ ആണെങ്കിലും ഞാൻ പഠിച്ചിട്ട് മറ്റുള്ളവരെ പറഞ്ഞു കൊടുക്കുന്നത്, സ്കൂളിലാണെങ്കിലും പറഞ്ഞു, ദാറ്റ്സ് എ വേ ഓഫ് ലേണിംഗ് ഫോർ മീ. അത് ആ ഒരു രീതിയിലാണ് ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു ടീച്ചിങ് ആ ഒരു ഇതിലാണ് വരുന്നത്. എനിക്ക് ആ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അത്ര അങ്ങോട്ട് ആകാൻ ഇതുവരെ എത്തിയിട്ടില്ല. അത് ഞാൻ ഷിനോത്തിൽ നന്നായിട്ട് കാണുന്ന ഒരു ഫ്രണ്ട്ലി മീൻസ് ഐ ഡോണ്ട് ഫീൽ ലൈക്ക് യു ആർ ടോക്കിംഗ് ഫ്രം സംവെയർ ഓർ അല്ലെങ്കിൽ ഒള്ളി ഇങ്ങനെ നിങ്ങളുടെ തോട്ട്സ് എല്ലാം ഒരാളുടെ മേളിലോട്ട് അടിച്ചിടുന്നതായിട്ട് അങ്ങനെ തോന്നാറില്ല. ഇത് ഇങ്ങനെ ഇരുന്ന് ഞാൻ ഐ അണ്ടർസ്റ്റാൻഡ് യു ബിക്കോസ് അത് കേൾക്കുന്ന ആൾക്ക് ആ മൂമെന്റിൽ ഷിനോത്ത് പറയുന്ന എന്നെ ടച്ച് ചെയ്യുന്നു. ആ ഒരു ഇത് ആ വീഡിയോയിൽ ഞാൻ കാണുന്നത്. അതാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യവും താങ്കളുടെ വീഡിയോ കാണാനുള്ള കാരണവും. അപ്പൊ എനിക്കും അതുപോലെ ഒരു ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജിയും മോട്ടിവേഷനും കൊടുത്ത് വളരണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഇത്രയും ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലും ഇങ്ങനെ ഒരു ഇൻട്രസ്റ്റ് വന്നപ്പം അതിനെ എടുത്ത് പരിപോഷിപ്പിക്കുന്നതിനും അതിനുവേണ്ടി വർക്ക് ചെയ്യുന്നതിനും സമയം കണ്ടെത്തുന്നതിനും ഒക്കെ ഉള്ള താല്പര്യം. ഇപ്പം തന്നെ ഇന്നലെ വരെ ജോലിയായിരുന്നു അല്ലേ, ഇന്നൊരു ദിവസമുള്ള മതി, അങ്ങനെയൊക്കെ വന്ന് അതിന് സമയം ചെലവഴിക്കുന്നതിൽ തീർച്ചയായിട്ടും അത് അപ്രിഷിയേറ്റ് ചെയ്യുന്നു. നല്ല ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ ചിലപ്പോഴൊക്കെ ചെയ്യുന്ന മിഡ് നൈറ്റ് 1 AM എൻ്റെ എഡ്യൂക്കേഷണൽ വീഡിയോസ് മിക്കവാറും എല്ലാം ചെയ്യുന്നത് 1 AM 2 AM ചിലപ്പോൾ പിള്ളേരാണ് വീഡിയോ പിടിക്കുന്നത്. കാരണം ഞാൻ ഐ മീൻ എൻ്റെത് മെന്റൽ ഹെൽത്ത് ആയിരുന്നു. പക്ഷെ മെന്റൽ ഹെൽത്തിൽ കിട്ടുമ്പോൾ പിന്നെ ഞാൻ വന്നത് എനിത്തിങ് അബൌട്ട് എവരിത്തിങ്. പിന്നെ എൻ്റെ 3 കാറ്റഗറിയാണ്: മെന്റൽ ഹെൽത്ത്, എനിത്തിങ് അബൌട്ട് എവരിത്തിങ്, പിന്നെ എൻ്റെ റോൾ മോഡൽ. യു ആർ മൈ റോൾ മോഡൽ. അങ്ങനെയുള്ളവരെയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്, ഇന്റർവ്യൂ ചെയ്യുന്നതും. അപ്പൊ എൻ്റെ എഡ്യൂക്കേഷൻ ചെയ്യുമ്പം, കാരണം ഐ എം എ പ്രൊവൈഡർ, സോ എൻ്റെ എഡ്യൂക്കേഷൻ എപ്പോഴും അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, അതിൽ മിസ്റ്റേക്ക് വരില്ല. അപ്പൊ അതിനുവേണ്ടി ഞാൻ എക്സ്ട്രാ ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്. അല്ലാത്തതൊക്കെ കാഷ്വൽ ആയിട്ട് ഐ ഡോണ്ട് ഹാവ് ദാറ്റ് മച്ച് പ്രോബ്ലം. അപ്പൊ ഈവൻ ഫ്യൂച്ചറിൽ ഞാൻ ഓരോ ഡിസീസും പവർ പോയിന്റ് വെച്ച് പ്രസന്റ് ചെയ്യാൻ, കാരണം അപ്പൊ ആൾക്കാർക്ക് അത് കുറച്ചുകൂടെ മനസ്സിലാകും. പിന്നെ അത് ഇപ്പം നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് മാനസിക ആരോഗ്യത്തെ പറ്റിയും മാനസിക അസുഖത്തെ പറ്റിയും നല്ലൊരു അവലോകനം വേണം. കാരണം എൻ്റെ ഇവിടെ ഞാൻ പിള്ളേരെ കാണുന്നതാണ്. ക്യാൻ യു ഇമാജിൻ, എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട്. ആ പേഷ്യൻ്റ് 5000 സ്റ്റുഡൻസിലെ ടോപ്പ് 10 നിൽക്കുവാണ്. അവൾക്ക് 1ാം റാങ്ക് വേണം. ഇവള് 2ആണ്, 1ാം റാങ്ക് വേണം. അതാണ് അവളുടെ ആൻസൈറ്റി. അവളെ ഞാൻ കണ്ടിട്ട് 2 വർഷമായിട്ട് ഞാൻ കാണുവാണ്. പക്ഷെ എൻ്റെ അടുക്ക ട്രീറ്റ്മെന്റ് എടുത്തെടുത്ത് ഷീ റീച്ച് ഇൻ എ പോയിന്റ് ദാറ്റ് ഷീ ഡോണ്ട് കെയർ അബൌട്ട്. പക്ഷെ ആ കെയർ അബൌട്ട് എന്ന് വന്നപ്പം അവൾക്ക് 2ാം സ്ഥാനം കിട്ടി. അപ്പൊ ഇപ്പോൾ പറയാം, ഓ 2ാം സ്ഥാനമോ, ഇറ്റ്സ് ഓക്കെ. ആ ഒരു കാരണം ഈ പിള്ളേർക്ക് നമ്മുടെ നാട്ടിൽ ഒത്തിരി പിള്ളേരുണ്ട് ഇങ്ങനെ ഗ്രേഡ്, പഠിത്തം, ഇങ്ങനെ അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും മുഴകാതെ ഇതിൽ തന്നെ വെച്ച് മാനസിക പ്രശ്നങ്ങളിൽ എത്തുന്നത്. പക്ഷെ നമ്മൾ പിള്ളേരെ മനസ്സിലാക്കണം, അവർക്ക് എന്തെങ്കിലും ഡിപ്രഷന്റെയോ എന്തെങ്കിലും ആൻസൈറ്റിയുടെയോ അഥവാ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഈവൻ ADHD, ഞാൻ നാട്ടിൽ ചെന്നപ്പോൾ ഒത്തിരി പിള്ളേരെ കൊണ്ട് പിരിപിരുത്ത് നടക്കുന്നത്. നമുക്ക് അവരുടെ പേരൻസിനോടും പറയാൻ പറ്റത്തില്ല, അവരാരും. അപ്പൊ അൺഫോർച്ചുനേറ്റ്ലി ADHD കംസ് അണ്ടർ മെന്റൽ ഡിസോർഡർ ആണ്. അതൊരു വളരെ ഒരു ഒത്തിരി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്കതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഒരു പേടി മാനസിക രോഗം എന്നുള്ളൊരു ലേബല് കിട്ടുമെന്നുള്ളതാണ്. പക്ഷെ എത്ര പിള്ളേർ ADHD ആയിട്ടുള്ള പിള്ളേർ റൈറ്റ് ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ബിയോണ്ട് ദർ ഗോൾസ്. അത് നമ്മുടെ നാട്ടിൽ ഇപ്പം ഞാൻ ഐ എം സോ സോറി, ഞാൻ എങ്ങനെ ടച്ച് ചെയ്യാതെ പല ടോപ്പിക്കാണ് ടച്ച് ചെയ്ത് പോയത്. കാരണം ഷിനോത്തിനെ ഇങ്ങനെ കിട്ടിയ അവസരം ഞാൻ കഴിവതും മാക്സിമം യൂട്ടിലൈസ് ചെയ്ത്, പിന്നെ ഇതിന്റെ ഒരു ഇത്രയുമേ ഉള്ളു സമ്മറൈസ് ചെയ്ത് വെച്ചാൽ ആർക്കും എന്തും നമുക്കൊരു വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേടാൻ പറ്റും. അതും അതിന് ഏജ് ഒരു മാറ്റമല്ല, പിന്നെ സാഹചര്യം ഒരു മാറ്റമല്ല, നമ്മൾ തന്നെ ഒരു ഗോളിൽ വരണം. പിന്നെ എനിക്ക് എപ്പോഴും എംഫസൈസ് പറയാനുള്ളത്, മാനസിക ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ടേക്ക് കെയർ ഓഫ് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3ഉം കൂടി ചേർന്നാലേ ഉള്ളൂ നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ എത്തിപ്പെടാൻ പറ്റത്തുള്ളൂ. ഇത്ര സമയം തന്നതിന് താങ്ക് യു വെരി മച്ച്. സംസാരിക്കാൻ സമയം കണ്ടെത്തിയതിലും വളരെ നന്ദി. താങ്ക് യു.